ഡിസംബർ മാസം 31-ാം തീയതി ക്രിസ്തു വർഷം 2025 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ദൈവവചനത്തിൽ നിന്ന് നിത്യമായ കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ, ദൈവവചനത്തിൽ നിന്ന് പ്രത്യാശയുടെ വചനങ്ങൾ പഠിപ്പിക്കുവാൻ, ദൈവവചനം ജീവനും നിലനിൽക്കുന്നതുമായ ദൈവവചനമാകിയാൽ അത് പഠിപ്പിക്കുവാൻ ദൈവം നൽകുന്ന ഓരോ പുതിയ അവസരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് വ്യക്തിപരമായിട്ട് നന്ദി പറയുന്നു. എൻ്റെ സന്ദേശം കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് 2 വേദഭാഗങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്ന് യാക്കോബ് എഴുതിയ ലേഖനം, അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ. അതുപോലെ തന്നെ 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ. ആദ്യം യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്ന് വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ. എന്നാൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. ദീർഘക്ഷമയായിരിപ്പിൻ. നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ. കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. 2 തിമോത്തിയോസ് 2-ാം ലേഖനം 2 തിമോത്തിയോസിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 4-ഉം 5-ഉം വാക്യങ്ങൾ. 2 തിമോത്തിയോസ് 2-ാം അധ്യായം 4-ഉം 5-ഉം വാക്യങ്ങൾ. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ലു കെട്ടിയാലും ചട്ടപ്രകാരം പോരായിൽ കിരീടം പ്രാപിക്കുകയില്ല. അപ്പോൾ ഈ 3 വേദവാക്യങ്ങളിൽ നിന്ന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പുതുവർഷത്തിലേക്ക് നാം കടക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിച്ച നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. കാരണം ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവമാണ് ഇതിൻ്റെ രചയിതാവ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് മനുഷ്യരാൽ ഇത് എഴുതാനായിട്ട് നിയോഗം പ്രാപിച്ചത്. ഇത് നിത്യമായിട്ടുള്ള വചനമാണ്, മാറ്റമില്ലാത്ത വചനമാണ്, സത്യമാണ്. അതുകൊണ്ട് ദൈവം തന്നെ, പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ പഠിപ്പിച്ചാൽ മാത്രമേ ഇത് നമുക്ക് മനസ്സിലാകുകയുള്ളൂ, നമ്മുടെ ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് വരുവാൻ നമുക്കിടയാകുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് ഈ വർഷാവസാനം നമ്മൾ പുതിയ അനുഗ്രഹങ്ങളോടുകൂടിയും പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി നമുക്ക് കാര്യങ്ങളെ സമീപിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, കഴിഞ്ഞ 3 വർഷത്തെ പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയുടെ സമാപ്തി വരികയാണ്. ദൈവകൃപയാൽ 4-ാം വർഷത്തിലേക്ക് ഞങ്ങൾ കടക്കുമ്പോൾ ദൈവമായ കർത്താവ് അവർ പരിശുദ്ധാത്മാവ് വഴി ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങൾ നന്ദിയും സ്തുതിയും സ്തോത്രങ്ങളും അവിടെ സ്വീകരിക്കുക മാത്രമല്ല, തുടർന്നുള്ള വർഷങ്ങളിലേക്ക് അവിടുത്തെ അനുഗ്രഹത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോടുള്ള ബന്ധത്തിൽ സഹകരിക്കുന്ന ഏവരെയും തിരുസന്നിധിയിൽ ഓർക്കുന്നു. അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്ന് പഠിക്കുന്ന പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ പഠിപ്പിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഇന്നത്തെ സന്ദേശം
സാധാരണ നമ്മൾ ചെയ്യുന്നതിൽ അപ്പുറമായി ഒരു പുതുവത്സരത്തിലേക്കുള്ള കടക്കാനുള്ള ഒരു സന്ദേശമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടുത്തെ ഈ പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്നുള്ള മലയാളത്തിലുള്ള സന്ദേശങ്ങൾ അത് തുടങ്ങിയിട്ട് 3 വർഷം സമാപിക്കുകയാണ്. ഞങ്ങൾ 4-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രചോദനം നൽകിയ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും എൻ്റെ ഏറ്റവും മൂത്ത ഗ്രാൻഡ് സൺ ഡാനിയൽ ജോഷുവയ്ക്കും അവൻ്റെ അമ്മ നിഷയ്ക്കും തീർച്ചയായിട്ടും ദൈവത്തിന് നന്ദി പറയുന്നു. അവരുടെ പ്രചോദനം അത് ഈ ശുശ്രൂഷ ആരംഭിക്കുവാനും അത് തുടരുവാനും ഒരു പ്രചോദനമാണ്. അതിൻ്റെ ടെക്നിക്കൽ സപ്പോർട്ട്, അതുപോലുള്ള ആത്മീയവും ഭൗതികവുമായിട്ടുള്ള സപ്പോർട്ടുകൾ അത് ലഭിക്കുന്നതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. 4 വർഷത്തിലേക്ക് നാം കടക്കുമ്പോൾ സാധാരണ ഒരു വർഷത്തിൽ 52 ആഴ്ചകളാണ്, 52 ബുധനാഴ്ചകളാണ്. എന്നാൽ മൊത്തത്തിൽ ഫേസ്ബുക്കിൽ പരിശോധിച്ചപ്പോൾ 157 വീഡിയോ നമുക്ക് പരസ്യമാകാൻ സാധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 52x3 കൂട്ടിക്കഴിഞ്ഞാൽ 156 ആവുള്ളൂ. എന്നാൽ ഒരാഴ്ച ദൈവം നമുക്ക് കൂടുതലായി നൽകി ഈ 3 വർഷത്തിൽ. അങ്ങനെ നമ്മൾ 4-ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ 157 വീഡിയോകൾ, അത് ചെറുതും വലുതുമായിട്ടുള്ള മൊത്തത്തിൽ ഒരു ആവറേജായിട്ട് ഒരു ശരാശരി നോക്കിക്കഴിഞ്ഞാൽ ഒരു 30-35 മിനിറ്റ് ശരാശരി ഓരോ വീഡിയോയിലും നമുക്ക് സന്ദേശമായിട്ടുണ്ട്. അത് ദൈവം അനുവദിക്കുന്നുവെങ്കിൽ അത് തുടരാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കാലങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് നന്ദി പറയുന്നു. അതിൻ്റെ മുഖാന്തരങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് നന്ദി പറയുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. ഇത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൂടി ഇത് ഫേസ്ബുക്കിലും നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന മറ്റുള്ള സോഷ്യൽ മീഡിയകളിലെല്ലാം അത് നിലനിൽക്കും. അതുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് കൂടി വേണമെങ്കിൽ അത് ഉപയോഗിക്കാവുന്ന തരത്തിൽ അത് നിലനിൽക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇങ്ങനെ കഴിഞ്ഞ 3 വർഷം ദൈവം ചെയ്ത ഈ മിനിസ്ട്രിയിൽ ദൈവവചനം പഠിക്കാനും പഠിപ്പിക്കുവാനും അതിൻ്റെ ഫലങ്ങൾ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. കാരണം പലരും അത് പരസ്യമാക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് രഹസ്യമായെങ്കിലും അവർ കർത്താവിൽ വിശ്വസിക്കുകയും രക്ഷ പ്രാപിക്കുകയും നിത്യമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് നിത്യമായിട്ടുള്ള ജീവിതത്തിലേക്ക് കടന്ന് നിത്യജീവന് വേണ്ടി അവർ പ്രവർത്തിക്കുന്നു എന്നുള്ളത്, നിത്യജീവിതത്തിൽ കടന്നവരായിട്ട് അവർ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന് ഓർക്കുകയാണ്. എല്ലാത്തിനുമായിട്ടും ദൈവത്തിന് നന്ദി പറയുന്നു. ചില പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് മലയാളത്തിൽ ഈ ശുശ്രൂഷ നാം ആരംഭിച്ചത്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് തിരുവചനം തന്നെയാണ്. 66 പുസ്തകങ്ങളടങ്ങുന്ന എബ്രായ, യവന, അല്പം അരാമിക് ഭാഷകളിൽ ദൈവം നമുക്ക് നൽകിയ മൂലഭാഷയിലുള്ള 66 പുസ്തകങ്ങളുടെ ദൈവവചനമായി നമ്മൾ അംഗീകരിച്ച് അതിൻ്റെ പ്രാമുഖ്യം, അതിൻ്റെ പ്രാധാന്യത്തിൽ അടിസ്ഥാനപ്പെട്ടിട്ടാണ് ഈ ശുശ്രൂഷ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ തിരുവചനത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ് ഞങ്ങളുടെ കഴിഞ്ഞ 3 വർഷത്തെ ഈ ശുശ്രൂഷയിൽ പരമപ്രധാനമായിട്ടുള്ള ഉപദേശമാണ്. അത് എന്നെ കേൾക്കുന്നവർ ഈ തിരുവചനത്തെ സംബന്ധിച്ച് ഈ ബൈബിൾ എങ്ങനെ നമുക്ക് ലഭിച്ചു, അതാരാണ് നൽകിയത്, അതെങ്ങനെയാണ് അതിൽ വിഷയങ്ങൾ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ പ്രവചനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച് നമുക്ക് സ്വന്തമായിട്ട് വ്യക്തിപരമായിട്ട് അതിന്
ഒരു തീരുമാനമെടുക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. അങ്ങനെ തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ മറ്റുള്ളവരെ പഠിപ്പിക്കാനും ഇത് പ്രചരിപ്പിക്കാനും എല്ലാം എനിക്ക് ഇടയായിത്തീർന്നത്. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് തിരുവചനത്തെക്കുറിച്ചുള്ളൊരു പഠനം വളരെ പ്രധാനമായിട്ടുള്ളൊരു വിഷയമാണ്. ഞങ്ങളും തിരുവചനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അതിൽ മാത്രം അതിൻ്റെ അധികാരത്തിൽ നിലനിന്നുകൊണ്ട് മാത്രം ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളെ ഞാൻ ഓർപ്പിക്കട്ടെ. അതുപോലെ തന്നെ തിരുവചനത്തിലെ ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു, എബ്രാഹിമിനെ തിരഞ്ഞെടുത്തു. ദൈവം തന്നെക്കുറിച്ച് പറയുന്നത്, ഞാൻ എബ്രാഹിമിൻ്റെയും യിസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു. ഇതാണ് സാക്ഷാൽ ദൈവം എന്നുള്ള സൃഷ്ടാവായ ദൈവം. ഈ ദൈവം തിരുവചനത്തിലെ ദൈവമാണ്, വേറെ ദൈവങ്ങളില്ല, എന്നെപ്പോലെ വേറെ ആരുമില്ല എന്നുള്ളത് ദൈവം തന്നെക്കുറിച്ച് പറയുന്ന തിരുവചനത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തിരുവചനത്തിൻ്റെ പ്രാധാന്യം പോലെ തന്നെ തിരുവചനത്തിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ വെളിപ്പാടുകളും പ്രധാനപ്പെട്ടതായിരിക്കുന്നത് പോലെ തന്നെ ആ ദൈവവും നമുക്ക് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ്. അതുപോലെ തന്നെ തിരുവചനത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തന്ന തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ, ഈ തിരുവചനത്തിലെ ക്രിസ്തു ആദാമിൻ്റെ മക്കളുടെയും പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇതാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് ഈ യേശുക്രിസ്തുവും തിരുവചനത്തിലെ യേശുക്രിസ്തുവും തിരുവചനത്തിൽ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തീർന്നതും മരിച്ചു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ഇത് നമ്മുടെ വിശ്വാസ സത്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഞങ്ങൾ ഈ പുൾപിറ്റിൽ നിന്ന് പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ യേശുക്രിസ്തു ആരാണ് എന്നും അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതും, കാൽവരി ക്രൂസിൽ നമുക്ക് വേണ്ടി മരിച്ചു, മൂന്നാം നാൾ പുനരുദ്ധാനം ചെയ്തു എന്നുള്ളതും ദൈവിക സത്യങ്ങൾ ആകയാൽ അത് വിശ്വസിക്കുന്നവർക്ക് ദൈവം പാപമോചനവും നീതീകരണവും നിത്യജീവനും ഇപ്പോൾ നൽകുന്നു. അതൊരിക്കലും നഷ്ടപ്പെടാത്ത വിധത്തിൽ അത് കൃപയാൽ സൗജന്യമായിട്ട് വിശ്വാസം മുഖാന്തരം യേശുക്രിസ്തുവിൻ്റെ മഹാത്മ്യ നിമിത്തം നമുക്ക് സൗജന്യമായി ലഭിക്കുന്ന ഒന്നാണ്. ഇവിടെ നിന്ന് ഈ സന്ദേശങ്ങളാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷങ്ങളായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്താലുള്ള നീതീകരണം, പ്രവൃത്തിയാലല്ല. ഒരു വ്യക്തിയും പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് ശക്തമായ ഒരു ഉപദേശം തന്നെയാണ്. അതുപോലെ തന്നെ വേദപുസ്തകം പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, മനുഷ്യരിൽ മൂന്ന് വിഭാഗങ്ങളുണ്ട് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. വിഭാഗം എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ മനുഷ്യരും ഒരേപോലെ ആണും പെണ്ണുമായി ദൈവം സൃഷ്ടിച്ചു, തൻ്റെ സാദൃശ്യം സ്വരൂപം സൃഷ്ടിച്ചു. അതിൻ്റെ മക്കളാണ് നാം. എന്നാൽ പാപം നിമിത്തം അതിന് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും മനുഷ്യത്വം എന്നുള്ളത് അത് എല്ലാവർക്കും ആണും പെണ്ണുമായി ദൈവം സൃഷ്ടിച്ചുകൊണ്ട് അത് ഒന്നാണ്. എന്നാൽ ഈ ഒരു മനുഷ്യത്വത്തിൽ മനുഷ്യരുടെ ഇടയിൽ മൂന്ന് വിഭാഗങ്ങളുള്ളതായിട്ട്, ഒന്ന് ജാതികൾ, രണ്ടാമതായിട്ട് യഹൂദൻ, മൂന്നാമതായിട്ട് സഭ. ഈ സഭയിൽ യഹൂദനുമുണ്ട്, ജാതികളുമുണ്ട്. ഞാൻ ജാതിയിൽ നിന്ന് സഭയിലേക്ക് അംഗമായി തീർന്ന, വിശ്വാസത്തിൽ അംഗമായി തീർന്ന വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ മൂന്ന് വിഭാഗം മനുഷ്യരുണ്ട് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ജാതികളും ഇസ്രായേലും സഭയും അത് മൂന്ന് വിഭാഗങ്ങളെ തുടരും. അതിൽ സഭയുടെ വിഭാഗമാണ് ഇന്ന് ദൈവത്തിൻ്റെ പദ്ധതിയിൽ മുന്നോട്ട് പോകുന്നത്. എന്നാൽ സമാന്തരമായിട്ട് ദൈവം ജാതികളിലും ഇസ്രായേലിലും പ്രവർത്തിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരു രക്ഷകൻ, അതാണ് കർത്താവായ യേശു ക്രിസ്തു. എന്നിട്ട് പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അപ്പം അങ്ങനെ ഈ മൂന്ന് വിഭാഗം മനുഷ്യർ ഉള്ളതിനെ ഞങ്ങൾ വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ ശുശ്രൂഷകൾ മുന്നോട്ട് പോകുന്നത്. അതിൽ ഇസ്രായേലും സഭയും അത് വ്യതിരക്ത വിഭാഗങ്ങളാണ്. വ്യതിരക്തം, ഡിസ്റ്റിങ്ക്റ്റ് ഗ്രൂപ്പ്സാണ്. അത് മിക്സ് ചെയ്യുന്ന ഗ്രൂപ്പിൽ. എന്നാൽ സഭയിൽ ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരും യഹൂദന്മാരിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരും ഉണ്ട്. എന്നാൽ ഭൂരിഭാഗവും ജാതികളാണ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ട വിഷയമാണ്.
അപ്പോൾ അങ്ങനെ 3 വിഭാഗം മനുഷ്യർ. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് തരം തിരിച്ചിരിക്കുന്ന ഒരു വേദവാക്യമുണ്ട്. തരം തിരിച്ചിരിക്കുകയാണ്. ഒരേ മനുഷ്യരിൽ നിന്ന്, ആദാമിൽ നിന്ന് ജനിച്ച സകല മനുഷ്യരിൽ നിന്നും ദൈവം ഇന്ന് കാണുമ്പോൾ അത് 2 തരമായിട്ട് കാണുകയാണ്. 2 തരം. ഒന്ന്, സകല ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ. അതിലെല്ലാവരും പെട്ടിരിക്കുകയാണ്. യഹൂദനും ജാതിയും സഭയും പെട്ടിരിക്കുന്നത്. എല്ലാവരും ഇന്ന് ദുഷ്ടൻ്റെ അധീനതയിലാണ്. സകലരും എന്ന് വേദപുസ്തകം പറയുമ്പോൾ സകലരുമാണ്. എന്നാൽ വേറെ ഒരു തരമുള്ളത് സത്യദൈവത്തെ അറിയുവാൻ വിവേകം ലഭിച്ചവർ. സത്യദൈവത്തെ അറിയുവാൻ വിവേകം ലഭിച്ചവർ. അങ്ങനെ ഒരു കൂട്ടരുണ്ട്. അത് വളരെ മൈനോറിറ്റിയാണ്. അത് ഈ സകല ലോകവും ദുഷ്ടൻ്റെ അധീനതയിലായിരിക്കുന്ന അതിൽ ഒരു സബ്സെറ്റ്, ഒരു ചെറിയൊരു കൂട്ടമാണ് സത്യദൈവത്തെ അറിയുവാൻ വിവേകം ലഭിച്ചവർ. ഇതിനാധാരമായിട്ട് ഉള്ള വേദഭാഗം വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, യോഹന്നാൻ്റെ ലേഖനം. അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയ 3 ലേഖനങ്ങളിൽ ഒന്നാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. ദീർഘമായി പഠിക്കാൻ തക്കവണ്ണം ഒരുപാട് ഉപദേശങ്ങൾ ഉള്ള ഒരു വാക്യമാണ് നിങ്ങൾ വായിച്ചു കേൾപ്പിച്ചത്. ഇതിൽ 2 തരം ആൾക്കാരുണ്ട്. സകല ലോകവും, അതിൻ്റെ 19-ാം വാക്യം, നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കഴിയുന്നു. അതിന് 19-20 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 2 തരം മനുഷ്യരാണ് ഈ ലോകത്തിൽ ഇന്ന് ജീവിക്കുന്നത്. അതിൽ ദുഷ്ടന്മാരുമുണ്ട്, തിന്മ ചെയ്യുന്നവരുണ്ട്. എന്നാൽ അതിൽ വളരെ ഒരു ചെറിയ ഒരു കൂട്ടം മനുഷ്യർ, ഒരു തരം മനുഷ്യർ ഇപ്രകാരം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് അറിയാവുന്ന ദൈവഭക്തന്മാർ. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ എവിടെ നോക്കിയാലും ഇന്ന് കാണുന്ന ദുഷ്ടത മാത്രമാണ്. കാരണം എന്താ, അവർ ദുഷ്ടൻ്റെ അധീനതയിലാണ്. അവൻ്റെ പ്രമാണങ്ങളാണ് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് സകല ലോകം അങ്ങനെയാണ്. എന്നാൽ ഇതിൽ നിന്ന് ദൈവം തനിക്ക് വേണ്ടി ഒരു ദൈവത്തിൽ നിന്നൊരു കൂട്ടരെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അവർക്ക് സത്യദൈവത്തെ അറിയാനുള്ള വിവേകം ലഭിച്ചവരാണ്, മനസ്സ് ലഭിച്ചവരാണ്, അവരങ്ങനെ ജീവിക്കുന്നവരാണ്. അത് വളരെ ഒരു വിരലിലെണ്ണാവുന്ന ഓരോ സമൂഹത്തിൽ കാണുകയുള്ളൂ. മൊത്തം ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള വളരെ കുറവാണ്. എന്നാൽ സകല ലോകം. അപ്പം ഇങ്ങനെ ചില പ്രധാനപ്പെട്ട ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫെയ്ത്ത്, ഞങ്ങൾ എന്ത് വിശ്വസിക്കുന്നു എന്നുള്ളതും അതിലെ ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർപ്പിക്കുകയാണ് ഈ വർഷാവസാനത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ പ്രായം നോക്കിയാൽ കഴിഞ്ഞ വർഷങ്ങളിൽ ദൈവം നമുക്ക് ചെയ്ത വലിയ ഉപകാരങ്ങളെ ഓർക്കാനും അവൻ്റെ കൃപയിൽ, പുത്രനിൽ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓർക്കുവാനും ദൈവത്തിന് നന്ദി കരയേറ്റുവാനും അവനെ മഹത്വപ്പെടുത്തുവാനും നമുക്ക് കഴിയണം. അതുമാത്രമല്ല, മുന്നോട്ട് പോകുമ്പോൾ പുതുവർഷത്തിലേക്ക് നമ്മൾ കാൽ വയ്ക്കുമ്പോൾ അതിനും മുന്നോട്ട് പോകാനുള്ള ഈ സർവ്വ ലോകവും ദുഷ്ടൻ്റെ അധീനയിലായിരിക്കുന്ന ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തെ അറിയുന്നവരായിട്ട്, സത്യദൈവത്തെ അറിയുന്നവരായിട്ട്, തിരുവചനത്തിലെ ഏക സത്യ നിത്യ ത്രിത്വ ദൈവത്തിൽ അറിയുന്നവരായിട്ട്
മുന്നോട്ട് പോകണമെങ്കിൽ ചില പ്രമാണങ്ങൾ നമുക്ക് ആവശ്യമാണ്. അതിൽ 1, 2, 3 പ്രമാണങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുകയാണ് നമ്മൾ പുതുവത്സരത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ആദ്യം വായിച്ചത് യാക്കോബിൻ്റെ ലേഖനമാണ്. എന്നാൽ 2 തിമോത്തി 2:4 നിന്ന് നമുക്ക് ആരംഭിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. 2 തിമോത്തിയോസിൻ്റെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിൽ പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യങ്ങൾ ഇടപെടാതിരിക്കുന്നു എന്ന് വെച്ചാൽ, ഇതിൻ്റെ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ പൗലോസ് അപ്പസ്തോലൻ തൻ്റെ ശിഷ്യനായ ആത്മീയ മകനായ തിമോത്തിയോസിനോട് പറയുകയാണ്, നിന്നെ ദൈവം ഒരു പടയാളിയായിട്ട് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നാം ആരാണോ നമ്മളെ പട ചേർത്തത്, ആ പട ചേർത്തവന് വേണ്ടി അവനെ പ്രസാദിപ്പിക്കാൻ തക്കവണ്ണം നാം ജീവിക്കണം എന്നുള്ളത് ഈ പുതുവത്സരത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത്, നാം പട ചേർക്കപ്പെട്ടവരാണോ, യേശുക്രിസ്തുവിൻ്റെ പടയാളികളാണോ എന്ന് നാം മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. അല്ല എങ്കിൽ നിങ്ങൾ ഇതുവരെ യേശുക്രിസ്തുവിൻ്റെ വിളി കേട്ട് അവൻ്റെ പടയാളികളായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവൻ്റെ വിളി കേട്ട് അവനിൽ വിശ്വസിച്ച്, അവൻ്റെ മരണത്തിലും പുനരുദ്ധാനത്തിലും വിശ്വസിച്ച് നീതീകരിക്കപ്പെട്ട് നിത്യജീവനുള്ളവരായിട്ട് മുന്നോട്ട് തുടരണം. എങ്ങനെ തുടരണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. അത് പട ചേർത്തവനെ പ്രസാദിപ്പിക്കാനായിട്ട് നാം പട ചേർത്തവൻ്റെ ഇഷ്ടം മനസ്സിലാക്കി അത് ചെയ്യുന്നവർ ആയിട്ട് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട് 2 തിമോത്തിയോസിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൽ വേറൊരു ഉദാഹരണം. ആദ്യത്തെ ഉദാഹരണം ഒരു പടയാളിയെ ഉദാഹരണമാണ്. ഒരു ക്രിസ്തീയ വിശ്വാസി ഒരു പടയാളിയാണ്. ഇന്ന് പലപ്പോഴും ഒരു ക്രിസ്തീയ വിശ്വാസി പടയാളി എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും മറ്റുള്ളവർക്കത് വിഷമമായിട്ട് തോന്നും. ഇവനൊരു സോൾജർ, ഒരു യുദ്ധം ചെയ്യുന്ന വ്യക്തിയാണ്. നമ്മൾ വാസ്തവത്തിൽ ഒരു ആത്മീയ യുദ്ധത്തിലാണ്. ആത്മീയ യുദ്ധത്തിൽ ആത്മീയമായ കാര്യം കൊണ്ടുള്ള പോരാട്ടമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ആരെയും ആക്രമിച്ച് കീഴടക്കാനൊന്നും പോകുന്നില്ല. നമ്മൾ ക്രൂസൈഡിൻ്റെ ആൾക്കാരല്ല. നമ്മൾ ഈ ആത്മീയമായിട്ട് ദൈവത്തിൻ്റെ ശത്രുവിനെ തോൽപ്പിക്കാൻ തക്കവണ്ണം ആ ഒരു സോൾജറാണ് എന്നുള്ളത് നിങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ രണ്ടാമത്തെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത് ചട്ടപ്രകാരം ഓടുന്നവരായിരിക്കണം. അതാണ് 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായികയിൽ കിരീടം പ്രാപിക്കുകയില്ല. ഇവിടെ നമ്മൾ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ്. അവൻ ധാരാളം കഠിനാധ്വാനം ചെയ്ത് അവൻ്റെ ജീവിതത്തെ ക്രമീകരിച്ച് അവൻ ഒളിമ്പിക്സ് പോലെയുള്ള അവിടെ കിട്ടാവുന്ന കിരീടത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഒരു കായികനാണ്, സ്പോർട്സ്മാനാണ്. എന്നാൽ അവന് കിരീടം ലഭിക്കണമെങ്കിൽ, അവന് ജയാളിയാകണമെങ്കിൽ അവൻ ചട്ടപ്രകാരം ആ കാര്യങ്ങൾ ചെയ്യണം. ഇപ്പോൾ റെസ്ലിംഗ് ആയാലും ബോക്സിംഗ് ആയാലും ഓട്ടമായാലും ചാട്ടമായാലും അതിനൊരു ചട്ടമുണ്ട്. ആ ചട്ടപ്രകാരം നമ്മൾ ചെയ്തില്ല എങ്കിൽ അത് നമുക്ക് ഗുണകരമായിരിക്കുകയില്ല. കായിക മത്സരങ്ങളിൽ ചട്ടപ്രകാരം മത്സരത്തിൻ്റെ നിയമപ്രകാരം പങ്കെടുത്താൽ മാത്രം വിജയം പ്രാപിക്കുന്നു. ഇത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ചട്ടപ്രകാരമല്ല എങ്കിൽ കഠിന പരിശീലനവും അച്ചടക്കവും വൃഥ ആയിപ്പോവും. ഇപ്പോൾ നമുക്കറിയാം ഒളിമ്പിക്സൊക്കെ 4 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കാര്യമാണ്. അവർ ജനനം മുതൽ അവരുടെ നല്ല കാലം മുഴുവൻ അവർ അധ്വാനിച്ച് ഒളിമ്പിക്സിൽ 4-ാം വർഷം അവർ പങ്കെടുക്കുമ്പോൾ ആ കിരീടം ലഭിക്കണമെങ്കിൽ ഒളിമ്പിക്സിൻ്റെ ചട്ടപ്രകാരം ആയിരിക്കണം നമ്മളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. നമുക്കറിയാം ട്രാക്ക് മാറി ഓടി മെഡൽ നഷ്ടപ്പെട്ട ചരിത്രം നമുക്കറിയാവുന്നതാണ്. ട്രാക്ക് മാറി ഓടിപ്പോയി. അതുകൊണ്ട് ഒളിമ്പിക്സിൽ മെഡൽ കിട്ടാതെ പോയി. ഓട്ടത്തിൻ്റെ കുറവല്ല ഇത്.
ഓട്ടത്തിൻ്റെ സ്പീഡിൻ്റെ അതിൻ്റെ വേഗതയുടെ കുറവല്ല, പരിശീലനത്തിൻ്റെ കുറവല്ല, പക്ഷേ ചട്ടപ്രകാരം ഓടിയില്ല, ട്രാക്ക് മാറി ഓടിപ്പോയി. നമ്മുടെ കേരളത്തിൽ നടന്ന സംഭവമാണത്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം അത് കറക്റ്റായിട്ട് ചട്ടപ്രകാരമായിരിക്കണം, ദൈവവചനപ്രകാരമായിരിക്കണം, ദൈവത്തെ പ്രസാദിക്കുന്ന തരത്തിലുള്ള ഒരു സോൾജറിൻ്റെ ജീവിതമായിരിക്കണം എന്നെല്ലാം ഈ പുതുവർഷത്തിലേക്ക് നാം കടക്കുമ്പോൾ ഓർക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ അവിടെ കൃഷിക്കാരൻ്റെ ഒരു ഉദാഹരണമാണ് നൽകിയിരിക്കുന്നത്. കൃഷിക്കാരൻ 5-ാം അധ്യായത്തിൻ്റെ യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ, എന്നാൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരുപ്പിൻ. അപ്പോൾ ദീർഘക്ഷമയെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കൃഷിക്കാരൻ. അവനെക്കുറിച്ച് പറയുന്നത്, കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അത് കിട്ടുവോളം ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു. ഒരു കൃഷിക്കാരനാകണമെങ്കിൽ തീർച്ചയായിട്ടും വേണ്ട ഒരു പ്രധാനപ്പെട്ട ഗുണം, അവന് ദീർഘക്ഷമ ആവശ്യമാണ്. അവനത് കിളയ്ക്കണം, വിത്ത് പാകണം, ദൈവം തക്ക സമയത്ത് മുൻമഴയും പിന്മഴയൊക്കെ നൽകി മാത്രമേ അതിന് ഫലം കിട്ടുകയുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് നാം പുതുവർഷത്തിലേക്ക് എടുക്കുന്നത് നന്നായിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കൃഷിക്കാരനെ പോലെ ദീർഘക്ഷമ കാത്തിരിക്കുന്നത് പോലെ നാം എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവ്. അവന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് അതിൻ്റെ 8-ാം വാക്യത്തിൽ ദീർഘക്ഷമയോടിരിപ്പിൻ, നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ, കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. ഇതാണ് കൃഷിക്കാരൻ്റെ ഭൂമിയോടുള്ള ബന്ധത്തിൽ. കൃഷിക്കാരൻ തൻ്റെ തക്ക സമയത്ത് അതിൻ്റെ ഫലം ലഭിക്കേണ്ടതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ക്ഷമയോടെ, ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു. നമ്മുടെ ദീർഘക്ഷമ എന്തിനായിരിക്കണം? കർത്താവ് വരുവാൻ സമീപം അടുത്തിരിക്കുകയാണ്. കർത്താവ് വരാൻ പോവുകയാണ്. ഈ യാക്കോബിൻ്റെ ലേഖനം അത് വളരെ നേരത്തെ, ആദ്യ നൂറ്റാണ്ടിൽ വളരെ നേരത്തെ തന്നെ എഴുതപ്പെട്ട ദൈവവചനമാണ്. ഏകദേശം 33 കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, 40ഓളം നാൾ പ്രത്യക്ഷനായി. അപ്പോൾ ഏകദേശം AD 33 ശേഷം അടുത്ത ഒരു 30 വർഷത്തിനുള്ളിൽ എഴുതപ്പെട്ട ലേഖനമാണിത്. അന്ന് യാക്കോബ്, നമുക്കറിയാവുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഹോദരനായിരുന്നു. ഈ യാക്കോബ് പറയുകയാണ് കർത്താവിൻ്റെ വരവ് സമീപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരോട് പറയുകയാണ്, ഈ വായനക്കാരോട്, നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം, ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2000 വർഷം കഴിഞ്ഞു, നമ്മളിന്നും കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കാത്തിരിപ്പ്, നമുക്ക് വേണ്ടി പടച്ചേർത്തവനെ, നമുക്ക് വേണ്ടി മരിച്ചവനെ, നമുക്ക് വേണ്ടി പുനരുദ്ധാനം ചെയ്ത് സ്വർഗ്ഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നവനെ, അവൻ്റെ വരവ് നമ്മൾ കാത്തിരിക്കുന്ന ഒരു വ്യക്തികൾ ആയിരിക്കണം. അങ്ങനെ കൃഷിക്കാരൻ്റെ ദീർഘക്ഷമ കർത്താവിൻ്റെ പ്രത്യക്ഷതവുമായിട്ട് ഇവിടെ താരതമ്യം ചെയ്തിരിക്കുകയാണ്. ഇതിനോടുള്ള ബന്ധത്തിൽ പുതിയ നിയമത്തിൽ ഏറ്റവും നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു വചനമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം സുപ്രസിദ്ധമാണ്. അത് രക്ഷയുടെ വചനമാണ്. ആരും നശിച്ചു പോകാതെ എല്ലാവർക്കും നിത്യജീവൻ ലഭിക്കേണ്ടതിന് തന്നെ നൽകുവാൻ തക്കവണ്ണം ദൈവം പ്രസാദിച്ചു. അതാണ് കർത്താവ് യേശു ക്രിസ്തുവിനെ ദൈവം തന്നു എന്ന് എഴുതിയിരിക്കുന്നത്. ഗോഡ് ഗേവ് ഹിസ് സൺ സോ ദാറ്റ് നൺ ഷുഡ് പെരിഷ്. ആരും നശിച്ചു പോകാതിരിക്കേണ്ടത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നാൽ നമ്മൾ പ്രത്യാശയോടുള്ള ബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം 14-ാം അധ്യായത്തിൻ്റെ, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. അത് നിങ്ങൾ വായിക്കുകയും അത് മനനം ചെയ്യുകയും അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും അത് ഹൃദയത്തിൽ ഉൾക്കൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ 2ാം വരവിനെ സംബന്ധിച്ച, സഭയ്ക്ക് വേണ്ടിയുള്ള വരവിനെ സംബന്ധിച്ച ആ കാത്തിരിപ്പ് അത് നമുക്ക് കൂട്ടേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം
14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഇത് വായിക്കാനുള്ള കാരണം ഇത് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു പരമപ്രധാനമായ ആശ്വാസത്തിൻ്റെ പ്രത്യാശയുടെ പ്രതീക്ഷയുടെ വചനങ്ങളാണ്. ഇവിടെ വായിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇത് പ്രത്യാശയുടെ വചനങ്ങളാണ്. ഇതാർക്ക് വേണ്ടിയുള്ള വചനങ്ങളാണ്? സഭയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഈ കർത്താവിൻ്റെ മരണത്തിലും പുനരുദ്ധാനത്തിലും വിശ്വസിച്ചവർക്ക് വേണ്ടിയുള്ള, കർത്താവിൻ്റെ വേണ്ടി കാത്തിരിക്കേണ്ട, അവനെ കാണുന്ന ആ സമയത്തേക്ക് വേണ്ടി കാത്തിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വേദഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിന് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ 2-ാം വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. അന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ജീവിച്ചിരിക്കുന്ന സമയമാണ്. അതിനുശേഷം നമുക്കറിയാം, അവന് യൂദാസ് ഒറ്റിക്കൊടുക്കും. അവന് യഹൂദന്മാരും റോമാക്കാരും അന്നത്തെ മതപണ്ഡിതന്മാരും എല്ലാം ചേർന്ന് അവന് കർത്താവിനെ ക്രൂശിക്കും. 3 ദിവസം ഉയർത്തെഴുന്നേൽക്കും. എന്നാൽ ഈ കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കുവാൻ വേണ്ടി ഞാൻ പോവുകയാണ്. രണ്ടാമതായിട്ട് 3-ാം വാക്യത്തിൽ, സ്ഥലം ഒരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തോളൂ. എൻ്റെ അടുക്കൽ ഈ പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കുന്നുണ്ട്. കർത്താവ് തന്നെയാണത് ചെയ്യുന്നത്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ. ഇത് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു യഹൂദ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയാണ്. ഈ മണവാട്ടിക്ക് വേണ്ടി, മണവാട്ടിയെ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം നമ്മുടെ കാന്തനായ കർത്താവ് ആഗ്രഹിക്കുകയാണ്. അതാണ് ഇതിൻ്റെ വിഷയം. നമ്മളെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത്, നമ്മൾ വി ആർ എൻഗേജ്ഡ് ടു ബി മാരീഡ്, വി ആർ ബെട്രോത്ത്ഡ്. നമ്മൾ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ സഭയെക്കുറിച്ച് പറയുന്നത്. എന്നാൽ നമ്മുടെ കല്യാണം നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ കാന്തനായ കർത്താവ്, നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ നീതീകരിക്കുന്നവൻ, നമുക്ക് നിത്യജീവൻ നൽകുന്നവൻ, നമുക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റവൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കും. ഒരുക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന് ഞാനിരിക്കുന്നിടത്ത് നിങ്ങളെ ആകേണ്ടത് കൊണ്ടുപോകും. ഇത്രയോ പ്രത്യാശയുടെ വിഷയമാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോയിരിക്കുന്നു, അത് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇതിന് ഉള്ള സൂചനകളും പ്രവചനങ്ങളും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും ഇന്ന് നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് വളരെ പരമപ്രധാനമായിട്ടൊരു ഉപദേശമായിട്ട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ 2-ാം വരവ്, സഭയ്ക്ക് വേണ്ടിയുള്ള വരവ്. സാധാരണ റാപ്ചർ എന്നെല്ലാം, ഉൽപ്രാപണം എന്നെല്ലാമാണ് അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പരമപ്രധാനമായിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് പുതുവർഷത്തിൽ ഞാനിത് ഒന്ന് സമ്മറൈസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ പുതുവർഷത്തിൽ നമ്മൾ ചട്ടപ്രകാരം ക്രൈസ്തവ ജീവിതം ആരംഭിക്കണം. നമ്മുടെ ക്രൈസ്തവ ജീവിതം ചട്ടപ്രകാരമായിരിക്കണം. ചട്ടപ്രകാരം ക്രൈസ്തവ ജീവിതം തുടരുകയും വേണം. അതുകൊണ്ട് ഈ പുതിയ വർഷത്തിലേക്ക് ഇത് കടക്കുമ്പോൾ നമ്മളെ തന്നെ പരിശോധിച്ച് നാം ചട്ടപ്രകാരം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നീതീകരിക്കപ്പെട്ടവരും നിത്യജീവനുള്ളവരുമാണോ? അങ്ങനെയാണോ നമ്മുടെ ജീവിതം തുടരുന്നത്? അല്ല എങ്കിൽ നമ്മൾ വിശ്വസിച്ച്, ഈ കർത്താവിൽ വിശ്വസിച്ച് നമ്മുടെ നിത്യജീവനുള്ളവരായിട്ട് നാം ജീവിതം ആരംഭിക്കേണ്ടത്, തുടരേണ്ടതും ആവശ്യമാണ്. മൂന്നാമതായിട്ട്, ദൈവമനുസരിച്ച് ക്രൈസ്തവ ജീവിതം ആരംഭിക്കുക, ക്രൈസ്തവ ജീവിതം തുടരുക. മതവും സംഘടനകളും അവയുടെ ചട്ടക്കൂടുകൾ ക്രൈസ്തവ ജീവിതം ആരംഭിക്കുന്നതിനോ ക്രൈസ്തവ ജീവിതം തുടരുന്നതിനോ ഗുണകരമല്ല. നമ്മൾ ജനിച്ചു വളർന്ന മതം, അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു വളർന്ന സംഘടനകൾ മതസംഘടനകളായിരിക്കാം. അതിൽ തന്നെ സംഘടിതമായ ചില ഗുണങ്ങൾ നമുക്ക് ലഭിക്കും.
ഇപ്പോൾ ഒരു ഫൊറോന പള്ളിയിലാണെങ്കിൽ അവരുടെ സമ്പത്തിനും അവരുടെ സ്കൂളുകളിൽ ജോലി കിട്ടാനൊക്കെ സാധ്യതകളുണ്ട്. അത് അതിൽ തന്നെ തെറ്റല്ല. പക്ഷെ ഇതൊന്നും തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിനോ യേശുക്രിസ്തുവിൻ്റെ ബന്ധത്തിനോ അത് ഗുണകരമല്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം പറയാൻ ആഗ്രഹിക്കുന്നത്. മതവും സംഘടനകളും അവരുടെ ചട്ടക്കൂടുകൾ ക്രൈസ്തവ ആരംഭിക്കുന്നതിനോ ക്രൈസ്തവ ജീവിതം തുടരുന്നതിനോ ഗുണകരമല്ല. അഞ്ചാമതായിട്ട് പടചേർത്തവനെ പ്രസാദിപ്പിക്കണം. ക്രിസ്തുവാണ് പടചേർത്തിരിക്കുന്നത്. ക്രിസ്തുവിനെ നമ്മൾ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം. മതത്തെയും മതസംഘടനകളെയും എൻ്റെ നേതാക്കന്മാരെയും നമ്മൾ പ്രസാദിപ്പിച്ചതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് മനസ്സിലാക്കി ഈ പുതുവർഷത്തിലേക്ക് നമ്മൾ കാലുവയ്ക്കുമ്പോൾ ഒരു പുതിയ സമർപ്പണബോധത്തോടുകൂടി, ഒരു പുതിയ വിശ്വാസ സംഹിതയോടുകൂടി, നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളോടുകൂടി, നമ്മുടെ വിശ്വാസത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളോടുകൂടി പുതുവർഷത്തിലേക്ക് നാം കടന്ന് പടചേർത്ത കർത്താവിനെ നമ്മൾ പ്രസാദിപ്പിക്കുന്നവരും അവൻ്റെ ചട്ടപ്രകാരം തിരുവചനപ്രകാരം ജീവിതം തുടരുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. കൃഷിക്കാരൻ്റെ ദീർഘക്ഷമ. നമ്മുടെ പ്രത്യാശ കർത്താവിൻ്റെ പ്രത്യക്ഷതയാണ്. കർത്താവിൻ്റെ വരവ് ആസന്നമാണ്. നമ്മൾ യോഹന്നാൻ്റെ ലേഖനത്തിലും വായിച്ചത് തന്നെയാണ്. കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുകയാണ്. AD 60 ഈ യോഹന്നാൻ ഈ ലേഖനം എഴുതിയ ആ സമയത്ത് അത് ആസന്നമെങ്കിൽ ഈ 2000 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് എത്രയോ ആസന്നമാണ്. നമ്മൾ സൂക്ഷ്മമായി ദൈവവചനപ്രകാരം ഈ ലോകത്തെ നോക്കുമ്പോൾ സകല ലോകവും ദുഷ്ടൻ്റെ അധീനതയിലാണെന്ന്, അതിൽ നിന്ന് ചിലരെയെങ്കിലും ദൈവം സത്യദൈവത്തെ അറിയുവാനും സത്യദൈവത്തെ പ്രസാദിപ്പിക്കാനുമുള്ള ഒരു കൂട്ടം മനുഷ്യർ ഈ ലോകത്തിലുണ്ട്. നിങ്ങൾ അതിൻ്റെ ആ ഗണത്തിൽപ്പെട്ടവരാണോ? അല്ല എങ്കിൽ കർത്താവിൽ വിശ്വസിച്ച് ആ ഗണത്തിൽപ്പെട്ട് ഈ പടചേർത്തവന് നമ്മൾ വിശ്വസിക്കേണ്ട. അതുമാത്രമല്ല, കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ പറഞ്ഞു, ഞാൻ പോയാൽ നിങ്ങൾക്ക് നല്ലതാണ്. നിങ്ങൾക്ക് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഞങ്ങൾ ഭവനം പണിയും, അത് ഭവനം കഴിഞ്ഞ് കഴിഞ്ഞ് വന്ന് നിങ്ങളെ കൊണ്ടുപോകും, ഞാനായിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോകും. അതുകൊണ്ട് പിതാവിൻ്റെ ഭവനത്തിലേക്ക് നമുക്ക് പോകാനുള്ള ആ ആകാംക്ഷ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നയിക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വപ്രതിഷ്ഠിതയാണ്. കർത്താവിൻ്റെ വരവ് ആസന്നമാണ്. കർത്താവിൻ്റെ വരവിനായി നാം ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ 3 ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വിശ്വസിച്ച് നമ്മൾ പുതുവർഷത്തിലേക്ക് കടക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പടചേർത്ത ഒരു പടയാളിയെപ്പോലെ ഒരു മത്സരത്തിലേക്ക് വേണ്ടി ഒരുങ്ങുന്ന, കിരീടത്തിന് വേണ്ടി ഒരുങ്ങുന്ന, ചട്ടപ്രകാരം ഓടുന്ന ഒരു മനുഷ്യനായി കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് അതിനുവേണ്ടി അവൻ്റെ വരവിനായി നമ്മൾ കാത്തിരിക്കുന്ന ഒരു ഗണമായി പുതുവർഷത്തിലേക്ക് നമുക്ക് കടക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അതിനെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനത്തിനായിട്ട് നന്ദി പറയുന്നു. അവിടുന്ന് വചനത്തിലെ ദൈവവും ഞങ്ങളുടെ രക്ഷിതാവുമായിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ പുത്രനെ അയച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി 3-ാം ദിവസം അതിൻ്റെ ഉയർത്തെഴുന്നേറ്റ് അവൻ ജീവിക്കുന്ന ദൈവമാണ്, ജീവിക്കുന്ന രക്ഷകനുമാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ് ഞങ്ങളെ വിളിച്ച അവിടത്തേക്ക് നന്ദി പറയുന്നു. അവിടുത്തെ സാക്ഷികളായിട്ട്, അവിടുത്തെ പടയാളികളായിട്ട് ചട്ടപ്രകാരം ഓടുവാൻ തക്കവണ്ണം, കൃഷിക്കാരനെ പോലെ കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് അടിയങ്ങളെ അപേക്ഷിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്താൽ പറഞ്ഞയക്കണമേ. കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ അവിടുത്തെ കൃപ ഞങ്ങളെ പൊതിയണമേ, കൃപയിൽ ജീവിക്കാൻ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ സ്വീകരിക്കണമേ സ്വർഗീയ പിതാവേ. നിങ്ങൾ കേട്ടതിന് നന്ദി. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും മാത്രമല്ല, പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ സകല ആത്മീയവും ശാരീരികവും മാനസികവും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.